അതെ അതെ അതെ, പ്രശസ്തരായ വെബ് സീരീസ് സംവിധായകൻ പ്രമദൻ കൊണ്ടോടി. അതെ. എന്റെ ആദ്യം ഇപ്പൊ ചെയ്ത വർക്കോ, ഇപ്പൊ ചെയ്യുന്ന എന്റെ വർക്ക് വേറൊന്നുമല്ല, അച്ഛന്റെ ഉച്ചി. അതാണ് എന്റെ പുതിയ വെബ് സീരീസിന്റെ പേര്. ഇതിനു മുമ്പ് ഞാൻ ഒരെണ്ണം ചെയ്തായിരുന്നു, മാറുനിക്ക് വല്യമ്മേ മതിലിടിച്ചു വീഴും. പക്ഷെ അത് പകുതിക്ക് വെച്ചങ്ങ് നിന്നുപോയി. എന്താന്നാ, പ്രൊഡ്യൂസറിന്റെ ദേഹത്ത് മതിലിടിച്ചു വീഴും. എന്താ കാര്യം നടത്തൂടാ. അപ്പൊ ഓക്കെ, ഇപ്പൊ എന്തായാലും വന്നേക്കണം കേട്ടോ. കറക്റ്റ് ഡേറ്റിന് തന്നെ എത്തണം. നമുക്ക് ആരംഭിച്ചേക്കാം. ഓക്കെ. എന്തോ പറയാനാണെന്ന് പറ. അപ്പൊ ആദ്യം നമുക്ക് സീൻ ഒന്നിന് തന്നെ തുടങ്ങാം. സീൻ ഒന്നെന്ന് പറയുമ്പോ ബോലോറാമും പീക്കിരി രാജനും കൂടെ നേരെ കേറി വരും. ആയിരിക്കുന്നതാണ് ഡയറക്ടർ. ഞാൻ ഈ വെബ് സീരീസ് അഭിനയിച്ചെന്നുള്ള കാര്യം അപ്പ ആരും വിളിച്ച് പറയരുത്. കുമാറെ, ഞാൻ ഒരു കാര്യം പറയാം. സീരിയസ് ആയിട്ടാണ് പറയുന്നത്. അഭിനയം എന്ന് പറയുന്ന പരിപാടി നിനക്ക് പറ്റിയ പരിപാടിയല്ല. എനിക്ക് അറിയാവുന്നുണ്ടോ, ഒരു പട്ടി കടിച്ചാൽ പോലും നിന്റെ മുഖത്തൊരു എക്സ്പ്രഷൻ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കടിച്ച പട്ടിയുടെ മുഖത്തുണ്ടായിരുന്ന കുറ്റബോധം അത് നീ മനസ്സിലാക്കണം. പതുക്കെ വിളിയടാ. റോട്ടെ പോയ എന്നെ ഇതുപോലെ 10 പ്രാവശ്യം വിളിച്ചാണ് നീ നിന്റെ പപ്പയാക്കിയത്. പതുക്കെ വിളി. പപ്പ ആയിരിക്കും ഡയറക്ടർ ഇല്ലേ, എന്റെ 10 ലക്ഷം രൂപ വാങ്ങിച്ചു. പക്ഷെ എനിക്കൊരു ചെറിയ വേഷമാണ് പപ്പ തന്നത്. ഞാൻ സംസാരിക്കും. ഒന്ന് എനിക്ക് വലിയ വേഷം, അല്ലെങ്കിൽ എന്റെ പൈസ വേണം. അടങ്ങടാ ബാലെ, ചോദിക്കാം. ഈ കമാൻഡകനെയും കൊണ്ട് എന്റെ അടുത്ത് വരാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഈ എങ്ങോട്ടങ്ങനെ വന്നു കഴിഞ്ഞാൽ പച്ച മടൽ വെട്ടി വെയിലത്ത് വെച്ച് ഉണക്കി മുതുകത്തിട്ടടിക്കും. പിന്നെ സംസാരിച്ച പോരെ, വേറെ ഒന്നും അല്ല. ഞാൻ ഈ തിരണ്ടി വാലും പച്ചമടലെന്ന് പറഞ്ഞാൽ ഞാൻ അടിച്ചാ പഴുക്കും. അതാണ്. അതല്ല പപ്പ, പുള്ളി അതിന്റെ സീൻ എഴുതുന്നതാണ്, സ്ക്രിപ്റ്റ് എഴുതുന്നതാണ്. അത് പിന്നെ സംസാരിക്കാന്ന്. പുള്ളി വേറെ മൂഡിൽ നിൽക്കും. അപ്പൊ ഈ 10 ലക്ഷം രൂപ ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് അറിയാമോ? എങ്ങനെ? അപ്പൊ റംബൂട്ടാൻ വിറ്റ് ഉണ്ടാക്കി പൈസയാണത്. എന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ ഞാൻ വല കെട്ടി നിർത്തിയിരുന്ന എന്റെ റംബൂട്ടാനാ. നിനക്ക് വേറെ ഒന്നും കിട്ടിയില്ലടാ. പൈസ വേണ്ട പപ്പ, ആ പൈസ അങ്ങനെ മേടിച്ചിട്ട് ചെറിയ മഹാഭാവി വവ്വാല് തിന്നെങ്കിൽ അങ്ങനെയെങ്കിലും ഉണ്ടായിരുന്നു. ഇത് നിന്റെ കോണാമ്പിച്ചിക്ക് എന്റെ 10 ലക്ഷം രൂപ പോയെന്ന് പറഞ്ഞ പപ്പ. ആരാടോ താൻ? ഞാൻ ആരാണ്? പ്രശസ്തരായ വെബ് സീരീസ് സംവിധായകന്റെ അടുത്ത് മുഖത്ത് നോക്കി ചോദിക്കുന്ന ചോദ്യം കേട്ടില്ല, ഞാൻ ആരാണെന്ന്. എടോ, 2025 മികച്ച സംവിധായകനുള്ള അവാർഡ് മേടിച്ചതാണ് ഈ പ്രമദൻ കൊണ്ടോടി. അതെന്തിനാ അത്രയ്ക്ക് കൊതിയാണോ? അവാർഡ് മേടിച്ചിട്ട് പ്രഥമനും കൊണ്ടുപോടാ, ബാക്കിയുള്ളവർക്ക് കൊടുത്തൂടെ? പ്രഥമനും കൊണ്ടോടി എന്റെ പേരാണ് പറഞ്ഞത്, പ്രമദൻ കൊണ്ടോടി. പ്രമദൻ കൊണ്ടോടി. നിങ്ങൾ എന്റെ സംഭവം എന്താണോ ഈ കൊടുത്തിട്ട്? 10 ലക്ഷം രൂപ കുഞ്ഞു വേഷം തന്നോളൂ, ചെറിയ വേഷം തന്നോളൂ. ചെറിയ വേഷം തന്നോളൂ. എന്റെ ചെറുക്കൻ്റെ 10 ലക്ഷം രൂപ മേടിച്ചിട്ട് താനെന്തിനാണ് ചെറിയ വേഷം കൊടുത്ത, വലിയ വേഷം കൊടുക്കാത്ത? ചെറിയ വേഷം അവനാണ് ഈ കൂട്ടത്തിൽ വലിയ വേഷം കൊടുത്തത്. എന്താണ് നിന്റെ വേഷം? എന്റെ ടെഡി ബിയർ എന്ന് പറഞ്ഞ ബാബയില്ലേ, അതിനകത്ത് കയറ്റി ഇരുത്തി തന്നെ, എന്നിട്ട് കൈ കാലോട്ട് അടിക്കണമെന്ന് പറഞ്ഞു. 8 അടി പൊക്കമുള്ളതിനകത്ത് അവന് കൊടുത്ത്, ബാക്കി കൊടുത്തവർക്കെല്ലാം കുഞ്ഞ് ടെഡി ബിയർ. അവനായിരുന്നു വലുത്. എന്നിട്ട് പിന്നെ അവനെ പറ്റിച്ചെന്ന് പറഞ്ഞ എങ്ങനെയാണ്? അങ്ങനെ പറയുന്നതിൽ കാര്യമില്ലാതില്ലടാ. ഉള്ളതിൽ വലിയ പാവയല്ലേ നിനക്ക് തന്ന. പപ്പ എന്റെ മുഖം ജനങ്ങൾ കാണണ്ടേ പപ്പ? ഈ ചെറുക്കന്റെ മുഖം ജനങ്ങൾ കാണണ്ടേ? മാത്രമല്ല, ഇത്രയും വലിയ ഈ ഷോപ്പിംഗ് മാളില് അവിടെയൊക്കെ ഈ ചെറുക്കനെ കൊണ്ട് ടെഡി ബിയറിനകത്ത് കയറ്റി നിർത്തിയാലേ ഏതെങ്കിലും പണമുള്ള വന്നേ പൊക്കിയെടുത്ത് ഷോക്ക് കൊണ്ടു വെച്ചാൽ ഞാനല്ലേ, എനിക്ക് എന്റെ ചെറുക്കനല്ലേ നഷ്ടപ്പെടുന്നത്. നിങ്ങൾ പറഞ്ഞല്ലോ അവന്റെ മുഖം കാണണം. എന്തുകൊണ്ട് അവന്റെ മുഖം കാണിച്ചില്ല എന്നുള്ള കാര്യം നിങ്ങൾ തിരക്കില്ല. എന്തുകൊണ്ട്? ഫസ്റ്റ് സീൻ ഇതായിരുന്നു. അച്ഛൻ മരിച്ചു കിടക്കുന്ന സമയത്ത് മകൻ അങ്ങ് ദുബായിലാണ്. ഈ ദുബായിൽ നിൽക്കുന്ന മകന് ഈ മരണത്തിൽ പങ്കെടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പൊ വീഡിയോ കോളിലൂടെ വിളിച്ച് സങ്കടം അഭിനയിക്കണം. നിങ്ങൾ അഭിനയിക്കണ കാര്യമൊന്നും പറയണ്ട. അവൻ വ്യക്തമായിട്ട് കിടിലൻ. ഇവൻ ആരാന്നറിയാം നിങ്ങൾക്ക്? എത്ര പ്രാവശ്യം നാഷണൽ അവാർഡ് ഇവന്റെ കൈ കൊണ്ട് വെച്ചാന്നറിയാം? കേന്ദ്ര സർക്കാരിന്റെ വായിരിക്കുന്ന മുഴുവൻ കേട്ടവർ. കേന്ദ്ര സർക്കാരിന്റെ അവാർഡ് കിട്ടേണ്ട ഒരു നടനായിരുന്നു. അറിയാമോ? ഞാൻ നല്ല രീതിയിൽ അഭിനയിച്ചു, പക്ഷെ ഇയാൾക്കത് പിടിച്ചില്ല. അച്ഛൻ മരിച്ചു കിടക്കാൻ നേരത്ത് വീഡിയോ കോളിലൂടെ സങ്കടം അനുഭവിക്കുന്ന മകൻ അതവൻ ചെയ്തെങ്ങനെയാന്ന് പറഞ്ഞേ. ഞാൻ കാണിച്ചു തരാം, കണ്ടോ? അച്ഛൻ മരിച്ചു കിടക്കുന്നു, വീഡിയോ കോൾ ചെയ്യുന്നു. നമ്മുടെ ഭാഗത്താണ് തെറ്റ്. പോട്ടാ, വവ്വാല് കൊണ്ടുപോയെന്ന് ഞാൻ കരുതിക്കോളാം. എന്റെ റംബൂട്ടാൻ വാടാ. പൈസ മേടിച്ചു പൈസ 10 ലക്ഷം രൂപ എങ്ങനെ മേടിച്ചു? ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഈ പാവയ്ക്കകത്ത് കയറ്റിയുള്ളൂ. ഞാൻ ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട്. ഞാനാണെങ്കിൽ നിന്നെ റോക്കറ്റ് കയറ്റി വിട്ടാന്ന് അറിയാം.
ഇങ്ങനെയാണ് അഭിനയം കഴിക്കുന്നത്. പപ്പ ചോദിച്ചു പപ്പ. എടോ അത് പോട്ടെന്ന് വെക്കാം. രണ്ടാമത്തെ സീൻ, അതായത് ഇയാൾ ഒരു പെണ്ണുമായിട്ട് ഒരു പ്രേമത്തിലാണ്. ആ പെണ്ണിന്റെ മുൻ കാമുകൻ അവളെ വിളിച്ചോണ്ട് പോകാൻ വരുന്നു. ആ സമയത്ത് ദേഷ്യത്തിൽ ചോദിക്കാൻ ചെല്ലുമ്പോ കാമുകന്റെ ഒരു കയ്യിൽ തോക്ക്, മറ്റേ കയ്യിൽ ലോലിപോപ്പ്. ചെന്ന് വെല്ലുവിളിക്കാൻ പറഞ്ഞപ്പോ അവൻ എന്താ ചെയ്തത്? അല്ല, നല്ലതുപോലെ അഭിനയിച്ചോണ്ടിരുന്ന ചെക്കനാണ് ഇത്. എന്ത് പറ്റി ഇത്? ഞാൻ അടിപൊളി അഭിനയിച്ച് കാണിച്ചു കൊടുത്തപ്പ. എതിരെ വരുന്ന അവനാ ഞാൻ ഒരു കയ്യിൽ തോക്ക്, വേറൊരു കയ്യിൽ കാമുകി കൊടുക്കാനുള്ള ലോലിപോപ്പുമായിട്ട് നിൽക്കുന്ന പിന്നെ കാമുകൻ. ഇവൻ എന്നിട്ട് എങ്ങനെ അഭിനയിച്ചെന്ന് ചോദിച്ചു. ഞാൻ കാണിച്ചു തരാം. എങ്ങനെ ഈ കാമുകനെ കാണുമ്പോഴോ? ശ്രീകുമാറേ, എന്ത് സംഭവം എന്താണ്? എവനെ കൊല്ലാൻ പോലെയാണ് ഞാൻ. ഇവങ്ങനെ കൊല്ലാൻ പോയതല്ല നീ, പിന്നെ അവന്റെ കയ്യിരുന്ന തിന്നാൻ പോയതാണ് എനിക്ക് തോന്നണം. ഇതെന്തോ പോയത്? പപ്പ ഇത് എന്തൊരു പപ്പ ഇത്? എന്തിനാ അങ്ങനെ പോയ? അല്ല, നീ ഒരു കാമുകനല്ലേടാ, അതിനൊരു തന്റെ ഇടം വേണ്ടേടാ. അതല്ലേ ഞാൻ കാണിച്ചത്. പറയിപ്പിക്കരുത് എന്നെ കൊണ്ട്. വെബ് സീരീസ് പൊളിക്കാനായിട്ടാണ് അല്ല, പോകുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ. ഇവനെ കഴിവില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെബ് സീരീസ് തുടങ്ങി കുറച്ച് കഴിയുമ്പോ ഇവനെ പറഞ്ഞു വിടണ്ടേ? ഇവന്റെ 10 ലക്ഷം രൂപ മേടിച്ച എന്താ പൈസ അത് 10 ലക്ഷം രൂപ മേടിച്ചെന്ന് പറഞ്ഞാൽ നമ്മളെ പിന്നെ കുറെ എന്റെ പൊന്നുമാഷ, ഇവിടെ നിയമവും കോടതിയൊക്കെ ഉണ്ട്, അറിയാമോ? നിയമവും കോടതിയൊക്കെ ഉണ്ട്. എന്റെ 10 ലക്ഷം രൂപ എന്റെ ചെറുക്കന്റെ മേടിച്ച നീ ഏതാടാ? നീ ഏതാ? ഒന്നുകൂടെ പറഞ്ഞത്. എന്റെ ചെറുക്കന്റെ 10 ലക്ഷം രൂപ മേടിച്ച നീ ഏതാടാ? ഒന്നുകൂടെ പറഞ്ഞത്. എന്റെ ചെറുക്കന്റെ 10 ലക്ഷം രൂപ മേടിച്ച ഏതാടാ നീ? അഭിനയിക്കുവോ നിങ്ങള്? അഭിനയിക്കുവോ നിങ്ങള്? ആര് പറഞ്ഞു? ആര് പറഞ്ഞു? എന്റെ പപ്പ നിങ്ങൾ അഭിനയിക്കുവോ? അല്ലല്ല. നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യം നിങ്ങൾ കൂടെ ഇനി പപ്പയാക്കന്നെ. എന്റെ ദൈവം, എന്തോ ഒരു ഭാവങ്ങളാണ് മുഖത്ത്. എടാ, നിങ്ങൾ ഡയലോഗ് ഓടിപ്പിച്ചു കൊടുത്താടാ. ഞാൻ ഒന്നും പറഞ്ഞില്ല. ആ കോടതിയുടെ സാധനം ഒന്നും പറഞ്ഞു. ചുമ്മാരി, നിങ്ങൾ കോടതിയും കേസും ഒക്കെ 10 ലക്ഷം രൂപ കൊടുക്കും. ആ ഭാവം കെട്ടാ മുഖത്ത് വന്ന. ചുമ്മാ നിങ്ങൾ പൈസ കൊടുത്താ. പൈസ കൊടുത്താ കളവാ. ആ സൈഡിൽ കൂടെ ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കി. ഒന്നുമില്ല, നിങ്ങൾ പൈസ കൊടുക്ക്. തമിഴ്നാട് പ്രകാശ് രാജ്. പിന്നെ എന്റെ ദൈവമേ, തമിഴ്നാട് പ്രകാശ് രാജ്. പൈസ കൊടുക്കുന്നു. ആവശ്യമില്ലാത്ത കാര്യം. പ്രകാശ് രാജ് 10 ലക്ഷം രൂപ ചെറുക്കൻ റംബൂട്ടാൻ വിറ്റ കാശ് കൊടുക്കുന്നു. ഞാൻ പറഞ്ഞു കറക്റ്റ് 10 ലക്ഷം രൂപ ചെറുക്കനെ കൊടുക്കാൻ പറയും. നിങ്ങൾ അവന്റെ പൈസ ചുമ്മാ പൈസ 10 ലക്ഷം രൂപ കൊടുക്കാം. കിക്ക് ബോക്സിംഗ് തരീമാ? പൈസ കൊടുറോ? പൈസ വേണോ? നീ അപ്പരിക്ക നടികൻ ശിവാജി പാത്രക്കെ രജനിയെ പാത്രക്കെ ആനാ നാനും ഒരു നടികൻ പൈസ കൊടുറോ? 10 ലക്ഷം രൂപ. മലയാള സിനിമയ്ക്ക് വരാൻ പോകുന്ന തിലകന ചുമ്മാ എനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇന്ന് തലവെക്ക്. 10 ലക്ഷം രൂപ കൊടുറോ? സംസാരിക്കുന്നത് 10 ലക്ഷം രൂപ കൊടുറോ? 10 ലക്ഷം താ. കറക്റ്റ് തിലകൻ. വിശന്ന് പറയുന്ന ഒരു ചെറുക്കിന് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ കാണിച്ച ആ കൊച്ചിന്റെ മനസ്സുണ്ടല്ലോ. പൈസ ഞാൻ ചോദിച്ചോട്ടെ, ഇത്ര നാൾ ഇത് എവിടെ ആയിരുന്നു? ഞാൻ അവന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതില്ലെന്ന്. പിന്നെ എന്ത് എന്റെ കൺമുമ്പിൽ ഒന്ന് പെടാഞ്ഞത്? എന്തിനാണ്? എന്റെ ദൈവമേ, എന്റെ വെബ് സീരീസ് ഉണ്ടല്ലോ, അതിലെ നായകൻ പപ്പ. അപ്പൊ ഞാനാ? നീ അങ്ങോട്ടെങ്കിലും പോയി. ഇതാണ് എടാ, ഈ അഭിനയ സിംഹ ഇവിടെ നിൽക്കാൻ തീർത്ത് നിനക്ക് അഭിനയിക്കാൻ അറിയാവോ? ആ മുഖത്ത് വന്ന് എക്സ്പ്രഷന്റെ നോക്കി. എനിക്ക് ഞാൻ പറയട്ടെ, ഫസ്റ്റ് സീൻ എന്ന് പറയുമ്പോ അച്ഛൻ മരിച്ചു കിടക്കുവാണ്. ആ അച്ഛൻ മരിച്ചു കിടക്കാൻ നേരത്ത് മോൻ ദുബായിലാണല്ലോ. ഈ ദുബായിൽ നിൽക്കുന്ന മോൻ വീഡിയോ കോളിലൂടെ ഒരു എക്സ്പ്രഷൻ കാണിക്കും. ആ എക്സ്പ്രഷൻ ആണ് എനിക്ക് വേണ്ടത്. ഞാൻ പറഞ്ഞത് വരുമ്പോ ആ ഒരു എക്സ്പ്രഷൻ. എന്റെ ദൈവമേ, ഇതെന്തായി കാണുന്നത്? ആ മുഖത്ത് വന്ന ഭാവം കണ്ടോ? എടാ കണ്ടുപണിയടാ, ഇത് കണ്ടുപണി. അച്ഛൻ മരിച്ചു കിടക്കുന്നിടത്ത് വിദേശത്ത് നിൽക്കുന്ന മോൻ കണ്ണു നിറഞ്ഞു കണ്ടാ. ഈ ഭാവമാണ് എനിക്ക് വേണ്ടത്. അല്ല, എനിക്ക് സമയം ഞാൻ പറയട്ടെ, ഇത് വേറെ ആർക്കും വിട്ടുതരത്തില്ല. എനിക്ക് വേണം ഈ മഹാനടന. അല്ലല്ല, 10 ലക്ഷം രൂപയുടെ കേസ് അത് ഡീൽ ചെയ്യും. മകനാടനെ പിന്നെ അല്ലെങ്കിൽ നമ്മളിവിടെ അഭിനയിക്കുന്നത്. അല്ല, ഞാൻ പറയട്ടെ, ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ എന്റെ ഇതിനകത്ത് വെബ് സീരീസിനകത്ത് അഭിനയിക്കുക. അവൻ ഇങ്ങോട്ട് വന്നതല്ലേ, അവന് വേണമെങ്കിൽ ഒരു വേഷം കൊടുക്കാം. നിങ്ങളുടെ മോനായിട്ടൊരു അവസരം കൊടുക്കാം. അല്ല, അത് വേണ്ട. മോനായിട്ട് അതിന്റെ ആവശ്യം എന്താ? അല്ല ഞാൻ മോൻ. അല്ല, ഞാനും അവനും തമ്മിൽ അതിനുള്ള സാമ്യല്ലോ. ഞാൻ പറഞ്ഞില്ലേ ഇത്. പിന്നെ പപ്പ ഞാൻ പപ്പയുടെ മോൻ. പിന്നെ ഇവൻ എന്റെ അച്ഛനാണെന്ന് എനിക്ക് സംശയമുണ്ട്. മകനാവണെ സംസാരിക്കരുത്. പിന്നെ അല്ലാതെ നീ പിന്നെ എന്തോ പറയും? മകനായിട്ടൊന്നും അത് കോമ്പിനേഷൻ അത് ശരിയാവില്ലടാ. പിന്നെ നമ്മള് റീലൊക്കെ ചെയ്ത സമയത്ത് അങ്ങനെ അല്ലേ? അത് വേണ്ട. ഇതിപ്പോ പറ, കഥ പറ. അതെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പ് പല വർക്കുകളൊക്കെ ചെയ്ത് ഹിറ്റ് ആക്കിയിട്ടുള്ള മില്യൺസ് അടിച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ. മനസ്സിലായോ? ഏതൊക്കെയാണ്? ആദ്യം ചെയ്തത് തീറ്റിക്കാരൻ. നിങ്ങളാണോ? ഞാനല്ല. പിന്നെ
ഞാൻ ഇതിന്റെ പേര് തീറ്റിക്കാരൻ, ഓ, മനസ്സിലായോ? okay. അതിനുശേഷം ഞാൻ ചെയ്തൊരു സാധനമുണ്ട്. അതായത് വെറൈറ്റി ആയിട്ടുള്ളത്. ഓ. കൊച്ചിച്ചന്റെ കാല് വെരിക്കോസ് വെയിൻ, കുഞ്ഞമ്മയുടെ മൂക്കിൽ ദശ. ഈ മുക്കുറ്റി ഇല്ലേ, മുക്കുറ്റി 1 മില്യൺ. 1 മില്യൺ. മുക്കുറ്റി തോർത്തി കെട്ടിയിട്ട് ആവി കുടിക്കണം, നല്ലതാണ്. എന്തിനാ? കൊച്ചച്ഛന്റെ മൂക്കിൽ ദശയെന്ന് പറഞ്ഞു. അയ്യോ, അത് അസുഖം പറഞ്ഞല്ലെന്ന്. പിന്നെ? ഞാൻ ചെയ്ത വെബ് സീരീസ് സീരിയസ് ആണ്. അത്ര ഇതായിട്ടുള്ള സാധനം. അത്ര അഭിനയിക്കാനൊന്നും അറിഞ്ഞൂടാ അത്. വേറെ അഭിനയിക്കാനൊന്നും അറിഞ്ഞൂടാ. സാറേ കഥ പറ സാറേ. കഥയോ? കഥ പറ സാറേ. നമ്മുടെ കഥയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, മരണവീടാണ്. മരണ ഈ മരണ വീട്ടില് ഓൻ ഗൾഫിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് കുറച്ച് പൊങ്ങച്ചവായി. ശരി. ഈ പൊങ്ങച്ചവായി കഴിഞ്ഞപ്പോ ആ ഫോണൊന്ന് സൈലന്റ് ചെയ്യാവോ? പോണോ? ഇടക്കിടക്ക് മെസ്സേജ് വരുന്നുണ്ട്. മെസ്സേജ് വരുന്നല്ല, കഥ കേട്ടിട്ട് ദീർഘം ശ്വാസം അടമാരെ. അത് അങ്ങനെ ഈ മകനങ്ങ് കുറച്ച് പൊങ്ങച്ചവായി. ഈ മരിപ്പ് വീട്ടിൽ സാധാരണ കൊടുക്കണ എന്താണ്? പടയും ചായ. പിന്നെ ഇവനവിടെ ഒരു വെറൈറ്റി കാണിച്ചു. എന്താണ്? അൽഫാമും കുബൂസും. മരിപ്പ് വീട്ടിൽ വരുന്ന എല്ലാവർക്കും അൽഫാമും കുബൂസും. ഒരു സൈഡിൽ ചെത കത്തുന്നു, തൊട്ടപ്പുറത്തെ സൈഡിൽ അൽഫാം ഉണ്ടാക്കുന്നു. അമ്മച്ചിക്ക് അൽഫാം കൊടുത്തില്ല. ഈ ദേഷ്യത്തിന് അമ്മച്ചി എന്ത് കയറിയപ്പോ 3 നില കെട്ടിടത്തിന്റെ മേലിൽ ആത്മഹത്യ ചെയ്യാനായിട്ട് കയറി നിൽക്കുക. ഈ സമയത്ത് മകൻ താഴത്ത് നിന്നോണ്ട്, അമ്മ താഴത്തേക്ക് ഇറക്കി വാ അമ്മ, അമ്മ ചാടിയാ ഞാൻ പിടിക്കും അമ്മ. അപ്പൊ അപ്പുറത്തുനിന്ന് ആരാണ്ട് വിളിച്ചു പറയുവാണ്, അൽഫാമിന് ഇനി ഒരു കഷ്ടം കൂടെ ഉള്ളത്. എന്തൊരു അമ്മ ചാടുന്നു, മകൻ ഓടുന്നു. എന്തോന്ന് കഥ? ചിത കത്തുമ്പോ പെരിപ്പരി വിൽക്കുന്നു, അൽഫാം കൊടുക്കുന്നു, അതൊക്കെ ഏതെങ്കിലും മരണ വീട്ടിൽ നടക്കും. എന്തോന്ന് കഥ? മര്യാദക്ക് 10 ലക്ഷം രൂപ ചെറുക്കന്റെ അക്കൗണ്ടിൽ വിടണം പറഞ്ഞിട്ടുണ്ട്. രസകുമാർ ചെറുക്കൻ ഇന്നല്ലെങ്കിൽ നാളെ അഭിനയിക്കുന്നില്ലേ? അഭിനയിക്കാൻ എനിക്ക് വേറെ പണിയുണ്ട്. ഈ നായകനെ കത്തുമ്പോഴേ പെരിപ്പരി അൽഫാം. അല്ല, നായകന് ടിസ്റ്റ് ഉണ്ട്. നായകൻ എന്തോ ടിസ്റ്റ്? അതായത് നായകന്റെ കൂടെ 3 പെണ്ണുങ്ങളുണ്ട്. ഒരു ഫിലിപ്പൈനിയും 2 ജർമ്മൻകാരും. ഇവരാണ് നായകൻ എപ്പോഴും ഉടുപ്പിട്ട് കൊടുക്കുന്നത്, തല മസാജ് ചെയ്ത് കൊടുക്കുന്നത്, കാലിൽ പെഡിക്യൂർ ചെയ്ത് കൊടുക്കുന്നതൊക്കെ അവരാണ്. അല്ല, ഇനിയിപ്പോ എന്തായാലും അത് പോട്ടെ. ഇനിയിപ്പോ നമ്മള് വേറെ ആള് മഹാനടനെ ഞാൻ നഷ്ടപ്പെട്ടു. മഹാനടനെ അങ്ങോട്ട് വരാ. ഞാൻ വരാന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഈ ഫിലിപ്പീനിയും എത്ര പേരുണ്ട് ഫിലിപ്പീനികള്? ഒരു ഫിലിപ്പൈനി 2 ജർമ്മൻകാരി. അല്ല, ഒരു ഓപ്ഷൻ ഞാൻ വെക്കും. പറഞ്ഞോ. ഒരു മലയാളിയും കൂടെ വേണം. അല്ല, നമ്മൾ ഈ ഭാഷ അറിഞ്ഞുകൂടാത്ത ഒരു അതും ഇതൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോ അതിൽ കിടന്ന് തിക്കിട വിടുന്നതിനിടയിലേ ഈ മലയാളം അറിയാവുന്ന ഒരാളുടെ കൊച്ചു വർത്താനം പറഞ്ഞിരിക്കാം ലൊക്കേഷനിൽ. അങ്ങനെ ഒരു മലയാളിയും കൂടെ വെച്ചോ. അത് കുഴപ്പമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് തുടങ്ങാം. ഞാൻ പറയാം, നമുക്ക് ഈ 1-ാം തീയതി തന്നെ നമുക്ക് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യും. 1-ാം തീയതി ഫിക്സ് ആണല്ലോ? ഫിക്സ് ആണ്. പറയണ കേക്കടക്ക നടക്കുന്ന കാര്യമില്ല, പോവാന്ന്. ഇട 1-ാം തീയതി ഷൂട്ടിംഗ് ഫിക്സ് ചെയ്ത്. കഥയൊന്നും കൊള്ളൂല. എന്ത് കഥ കൊള്ളൂലാത്ത കിടിലം കഥയില്ലേ? അല്ല, ഈ പിന്നെ ഷൂട്ടിംഗ് സമയത്ത് വരുന്നതിന് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും. ഷൂട്ടിംഗ് സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു 3 മണിയാകുമ്പോ എന്നെ ഒന്ന് വിട്ടേക്കണം. സൊസൈറ്റി പാല് കൊണ്ടുപോകണം, ഞാനാണ്. അത് ഒരു വിഷയമുണ്ട്. അത് നാം കീപ്പ് ചെയ്യാം. നൈജീരിയയും ഫിലിപ്പീനിയും ഒക്കെ നിൽക്കില്ല, ഞാൻ ഓടിഞ്ഞു വരും. അത് വിഷയമില്ല. അല്ല, ഇവരെ പറഞ്ഞു വിട്ടാ പോരെ? എന്തിന്? ഇപ്പൊ ഒരു ദിവസം കൊണ്ടുപോയെന്ന് നോക്കിയപ്പോ സൊസൈറ്റിയിൽ മാനത്തേണ്ണി മീൻ പാലില്. അപ്പൊ ഞാൻ ചോദിച്ചു വെള്ളം ചേർത്താന്ന്. വെള്ളം ചേർത്തില്ല. പിന്നെ മാനത്തേണ്ണി എങ്ങനെ വന്നു? വെള്ളം കയറ്റി. വിഷയം മനസ്സിലായില്ലേ? അവനെ ചുമ്മാ പറഞ്ഞു അവനോട് നിക്കട്ടെ. അല്ല, അവൻ നിന്നിട്ട് കാര്യമില്ലെന്ന്. ഞാൻ വേറൊരു കാര്യം പറഞ്ഞു. മോനായോണ്ട് പറയണല്ല, ഫിലിപ്പീനിയൊക്കെ തട്ടിക്കൊണ്ട് പോകും. അവനാ? ഓ, എന്റെ കണ്ണു വെട്ടിച്ചിട്ട് ഇവിടെ നിൽക്കുന്ന എന്റെ കണ്ണു വെട്ടിച്ചിട്ട് അവൻ എന്റെ നായികയെ ഫിലിപ്പൈനെയും കൊണ്ട് പോകുന്നു. എന്നാ ഒന്ന് കാണണമല്ലോ. നിങ്ങൾക്ക് അറിഞ്ഞൂടാഞ്ഞിട്ടാണ്. എന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ വല കെട്ടി വെച്ചിരുന്ന റംബൂട്ടാൻ ഇവൻ ഞാൻ അറിയാതെ അടിച്ചോണ്ട് പോകണമെങ്കിൽ ആരായിരിക്കണം? ഫിലിപ്പൈനേക്ക് അവന് പുഷ്പം പോലെ കൊണ്ടുപോയി. അപ്പനാണ് ഒരു കാ വിളിച്ച് വിറ്റേന്. നിങ്ങൾ എന്താ പറയുന്നത്? എന്തെന്ന്? നിങ്ങൾ എന്റെ അമ്മ എന്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ ശരിയല്ല. എന്താന്ന് പറഞ്ഞാ? എന്റെ അപ്പന് ഭയങ്കര സംശയമാണെന്ന്. എന്നെ പ്രസവിക്കാൻ എന്റെ അമ്മ ആശുപത്രി കിടന്ന്. അപ്പൊ നഴ്സ് ഒന്ന് ചോദിച്ചു, സുജാതയിൽ ആളുണ്ടോ എന്ന് ചോദിച്ചു. എന്നിട്ട് ഇയാൾ മിണ്ടിയില്ല, ഒരു അക്ഷരം മിണ്ടാവിടെ എന്നുള്ളത്. അല്ല, അതെന്താ മിണ്ടാഞ്ഞത്? നമ്മൾ ഈ ജോലി ചെയ്ത് കൊടുത്താൽ മാത്രം പോരല്ലോ, വേറെ ആരെങ്കിലും ഉണ്ടാന്നും കൂടെ അറിയണ്ടേ. മിണ്ടിയില്ല. നമ്മൾ ശ്രദ്ധിക്കണം കാര്യങ്ങളെല്ലാം. ചെറിയ മെസ്സേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. പക്ഷെ വേറെ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അതായത് സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഫിലിപ്പൈനെയും പിന്നെ അതുപോലെ ജർമ്മൻ കാര്യങ്ങളൊക്കെ വരുവാണ്. വരട്ടെ. ബഡ്ജറ്റ് കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. ബഡ്ജറ്റ് വേറെ വിഷയമില്ല. എത്ര രൂപ ആവും? ഇപ്പൊ 10 ലക്ഷത്തിൽ തന്നു. ആ 10 ലക്ഷത്തിൽ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഒരു 10 ലക്ഷം രൂപ കൂടെ ചിലപ്പോ വേണ്ടി വരും. 10 ലക്ഷം കൂടെ വരും. 10 ലക്ഷം കൂടെ ഉണ്ടെങ്കിലേ അവരെ വിളിച്ചു വരുത്തി ചെയ്യിക്കാനായിട്ട് പറ്റത്തുള്ളൂ. 10 ലക്ഷം കറക്റ്റ്. 10 ലക്ഷം കറക്റ്റ്. കുമാറേ, നമ്മളെ ആ തോടിന്റെ വക്കത്ത് കിടക്കുന്ന പരിപാടി കാട് പിടിച്ച് കിടക്കുന്നു. അത് കാട് പിടിച്ച് കിടക്കുമല്ലോ, അത് നമുക്ക് കൊടുത്താലോ? എന്തിന്? എന്റെ ആവശ്യം എന്തിന് കൊടുക്കണേ? ഫിലിപ്പീനിയൊക്കെ വരുമല്ലോ. ഇല്ല, ഉറപ്പായിട്ട് അവര് ഉള്ള കൊടുക്കാടാ. കൊടുക്കേണ്ടത് കൊടുക്കാടാ. നീ അഭിനയിക്കാൻ വേണ്ടി എന്തിനാണ് കൊടുക്കുന്നത്? നിനക്ക് റംബൂട്ടാൻ പറിച്ചു വെക്കാലോ. ഇത് കൊടുത്തെന്ന് പറഞ്ഞ എന്തോ കുഴപ്പം? അത് കൊടുക്കാം, അത് കുഴപ്പമില്ല. നമുക്കാണല്ലോ. ഓക്കെയാണ്. അപ്പൊ 10 ലക്ഷം രൂപ അക്കൗണ്ടിലോട്ടേക്ക് ഓക്കെ. നമുക്ക് ഷൂട്ടിംഗ് 1-ാം തീയതി. 1-ാം തീയതി. 1-ാം തീയതി. വാടാ. ചെല്ലി.
അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലായില്ലേ? ചെല്ല്. ഇവിടെ വിഷയമില്ലടാ. എന്റെ 10 ലക്ഷം പോയതാണ്. എവിടുന്ന്? ആര്? ഞാൻ പറഞ്ഞതാണ് 10 ലക്ഷം പോയി. നീ പൈസ പോകും. എന്റെ തിലകൻ സാറേ ക്ഷമിച്ചേക്കണേ, പ്രകാശ് രാജ് സാറേ ക്ഷമിച്ചേക്കണേ. ഓ, ഇവരെയൊക്കെ മുഖത്ത് നോക്കി ഞാനിത് എന്തോ പറയാനാണ്. അത്രയും വലിയ പ്രതിഭകളുമായിട്ടാണ് ഞാൻ അവനെ ഉപമിച്ചത്. സത്യം പറഞ്ഞ ഇതാണ്, ഏതെങ്കിലും ഒരു സിനിമ അവസരം കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറകാട്ടി വിറ്റ കാശും അതുപോലെ റംബൂട്ടാൻ വിറ്റ കാശും കൊണ്ട് ഓടി വരുവാൻ എന്നെ പിടിച്ച് അഭിനയിപ്പിക്കണേന്ന് പറഞ്ഞിട്ട്. സത്യം പറഞ്ഞ് ഇതുപോലുള്ളവന്മാർ ഏത് സമയത്തും പറ്റിക്കപ്പെടുക തന്നെ ചെയ്യത്തുള്ളൂ. എല്ലാരും പറ്റിക്കും ഞാൻ എല്ലാരും. കാശ് തരോട്ടാ. അല്ല അത് വേണ്ട. അല്ല വേണം 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 അത് പോയത് പോയത്. അല്ല വേണം 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 സാറേ, നമ്മൾ വെറും ഓച്ചന്മാരായിട്ട് കണ്ടിരണം. ഞാൻ സാർ കാണരുത്. എത്ര പറഞ്ഞ 10 ലക്ഷം ഞാൻ കൊണ്ടുവരണം, എക്സ്ട്രാ കൊണ്ടുവരണം, ഞാൻ കൊണ്ടുവരണം. 10 ലക്ഷം രൂപ സാറിന് കൊണ്ടുവരണം അല്ലേ? 10 ലക്ഷം രൂപയിൽ തീരൂ. ഇടയ്ക്ക് വെച്ച് കൂടുതൽ ബഡ്ജറ്റ് ആയ ഒരു 20 ലക്ഷം അക്കൗണ്ട് ഇട്ട് വരും. നൈജീരിയ എന്നൊക്കെ ആൾ വരുമല്ലേ, ഫിലിപ്പീനിയൻസ് ഒക്കെ വരുമല്ലേ, 20 ലക്ഷം ഇട്ട് വരും. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, നായകൻ അവനായിരിക്കും. ഇവനായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നു, പക്ഷെ അല്ല. പിന്നെ കൊട്ടാരക്കര എനിക്കൊരു മകനുണ്ട്, അവനായിരിക്കും നായകൻ. ഞാൻ പ്രൊഡ്യൂസർ. അതെ തന്നെ, കൊട്ടാരക്കര എനിക്കൊരു മകനുണ്ട്, അവനായിരിക്കും നായകൻ. പപ്പ ഇത്രയും കാലം എന്റെ അമ്മയുടെ ഒപ്പം അഭിനയിക്കായിരുന്നില്ലേ പപ്പ? പപ്പയുടെ ഒപ്പം യഥാർത്ഥ നടൻ ഞാൻ. പപ്പയ്ക്കുള്ള അവാർഡേ വീട്ടിൽ വരുമ്പോ തരാം. പപ്പ പോലും പപ്പ 1-ാം തീയതി എന്തൊക്കെയാണ് ഈ പറഞ്ഞിട്ട് പോയത്?